പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ കോഴ്സസ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്കാണ്. ഇത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ 16ഓളം കോഴ്സസിലായിട്ട് 44 മൊഡ്യൂളിൽ 200ഓളം ലെസൺസ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സ് തൊട്ട് അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, ഡാറ്റ അനാലിസിസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇ-കൊമേഴ്സ് ബിസിനസ് ബേസിക്സ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസിംഗ്, പോഡ്കാസ്റ്റ് മാനേജ്മെന്റ്, പബ്ലിക് റിലേഷൻസ്, SEO, സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ് ഡിസൈൻ. ഇത്രയും കോഴ്സസ് ഉണ്ട്. ഫോർ ലൈക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗും അതിൻ്റെ ടൈംസ് ഉണ്ട്, അതിൻ്റെ മാർക്കറ്റിംഗ് പ്രോഗ്രാം പാർട്ടിസിപ്പൻസ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ലോസ്, റിക്വയർമെൻറ്റ്സ്, ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ള ക്ലാസ് ഉണ്ട്. അങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂൾസിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള ലെസൺസ് ഉണ്ടാവും. ലെസൺസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഡീപ്പാണ്. എന്താണ് മാർക്കറ്റിംഗ്, അതിൻ്റെ പ്ലസ് ഇത് ലെസൺസിൻ്റെ ഒരു ബേസിക് റിവ്യൂ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സ് ഫീ വെച്ചിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ട്രയൽ വെർഷൻസ്, ട്രയൽ ആക്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ പെയ്ഡ് അഡ്വർടൈസിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ്, ട്വിറ്റേഴ്സ്, ലിങ്ക്ഡിൻ, യൂട്യൂബ് ആഡ്സ്, ടിക്ടോക്ക് അഡ്വർടൈസിംഗ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ്, പിൻട്രസ്റ്റ് ആഡ്സ്, അതുപോലെ സെർച്ച് ആഡ്സിലേക്ക് ഇത് വരുന്നത് പെയ്ഡ് സോഷ്യലാണ്. ഇവിടുത്തെ പെയ്ഡ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന കോഴ്സിൽ ബേസിക്കലി പെയ്ഡ് സോഷ്യലുണ്ട്, സെർച്ച് ആഡ്സ് ഉണ്ട്, ലാൻഡിങ് പേജസിനെ കുറിച്ച് ഉണ്ട്. ഇപ്പോൾ ലാൻഡിങ് പേജസിൽ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ, നമ്മുടെ ബിസിനസ് എന്തായിക്കോട്ടെ, പ്രൊഡക്ട്സ് ആയിരിക്കാം, മേ ബി സർവീസസ് ആയിരിക്കാം, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ലാൻഡിങ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതിൽ നമ്മുടെ ഓഫർ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഹെഡ്ലൈൻസ് വേണം, ആ പേജിൽ എന്തൊക്കെ കണ്ടന്റ് വേണം, CT ആക്ഷൻസ് എങ്ങനെ വേണം, എങ്ങനെ ഇതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ കൺവേർഷൻസ്. പിന്നെ സെർച്ച് ആഡ് വരുമ്പോൾ എന്താണ് ഗൂഗിൾ ആഡ്സ് എന്നും, ഗൂഗിൾ ആഡ്സ് എങ്ങനെയാണ് ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, എങ്ങനെ ക്യാമ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, കീവേഡ് എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്, ഓരോ ക്യാമ്പിൻ്റെ ക്വാളിറ്റി സ്കോർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളുണ്ട്. മൈക്രോസോഫ്റ്റ് ആഡ്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. സെർച്ച് ആഡ്സിൽ ബേസിക്കലി സെർച്ച് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഗൂഗിൾ ആഡ്സും നമ്മുടെ മൈക്രോസോഫ്റ്റ് ആഡ്സുമാണ്. കാരണം ഒരു സർവീസോ പ്രോഡക്റ്റോ ആവശ്യം ആൾക്കാർ മാത്രം, സോ അതുകൊണ്ട് കൺവേർഷൻസിൻ്റെ പോസിബിലിറ്റീസ് കൂടുതലാണ്. സോ സെർച്ച് ആഡ്സ് ആണ് നമ്മൾ അഡ്വർടൈസിംഗിൽ യൂസ് ചെയ്യുന്ന അത് മൊഡ്യൂള്. പിന്നെ വന്നിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പെയ്ഡ് സോഷ്യൽ കോഴ്സ്, അതിൽ വരുന്ന മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് ആഡ്സ്, ട്വിറ്റർ ആഡ്സ്, ലിങ്ക്ഡിൻ, യൂട്യൂബ് ആഡ്സ്, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, പിൻട്രസ്റ്റ്. സോ ഇതിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ലെസൺസ് ഉണ്ടാവും. പിന്നെ വരുന്ന ഒരു കോഴ്സ് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. ഇമെയിൽ മാർക്കറ്റിംഗിൽ അതിൻ്റെ ബേസിക് കാര്യങ്ങളും ഉണ്ടാവും, അതിൻ്റെ നിയമങ്ങൾ, ലോസ് ഉണ്ടാവും, എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ഇമെയിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഇമെയിൽ കണ്ടന്റിൽ നമ്മുടെ ബ്രാൻഡിങ്, അതുപോലെ എങ്ങനെ വേണം അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്നുള്ളത്. പിന്നെ സ്പാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്, നമുക്ക് ചെയ്യുന്ന ഇമെയിൽസ് ബ്ലോക്ക് ആകരുതല്ലോ. സോ സ്പാം ഡീറ്റെയിൽസ് ഉണ്ട്, കാര്യങ്ങളെ കുറിച്ചുണ്ട്. ഡീപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും. സോ ബേസിക് ആയിട്ടുള്ള കോഴ്സുകൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് എല്ലാവരും നോക്കുന്ന കോഴ്സസ് ഏതൊക്കെയാണ് കാണിച്ചത്. പിന്നെ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കോഴ്സാണ് ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസിലെ അതിൻ്റെ മെട്രിക്സും കാര്യങ്ങളെല്ലാം, വിഷ്വൽ മാനേജ്മെന്റ്, പിന്നെ എല്ലാവർക്കും
സോ എല്ലാവരും ആലോചിക്കുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ബിസിനസ്സും എന്താ മാർക്കറ്റിംഗ് എന്നുള്ള ടോപ്പിക്സാണ്. സോ ഏതൊരു ആൾക്കും ഒരു MBA സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, BBA സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല. ഒരു +1 +2 പഠിക്കുന്ന ആൾക്കാർക്ക് പോലും, ആ സ്റ്റുഡൻസിന് പോലും എന്താണ് ഒരു ബിസിനസ് എന്നും എന്താണ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സസിൽ കവർ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ എക്സ്പാൻഡഡ് വെർഷൻസ് ആണ് അതർ കോഴ്സസ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് നമുക്ക് ബിസിനസ് ബേസിക്സിൽ തന്നെ നോക്കാം. എന്താണ് ബിസിനസ് എന്നും ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്താണെന്നും നീഷ് മാർക്കറ്റ് എന്താണെന്നും സോർട്ട് അനാലിസിസ്, അതുപോലെ തന്നെ കസ്റ്റമർ ജേർണി മാപ്പ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ, വാല്യൂ പ്രൊപ്പോസിഷൻ. പിന്നെ മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ മാർക്കറ്റിംഗ് ടേംസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ROI എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്, ടൈപ്സ് ഓഫ് മീഡിയ, സ്മാർട്ട് ഗോൾസ്, മെഷറിംഗ് ഡാറ്റ, കൺവേർഷൻ ഫണൽ. ബിസിനസ് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് അറിയാമായിരിക്കും. അവർക്ക് സ്കിപ്പ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ബേസിക്സ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ എപ്പോഴും എന്താണ് ബിസിനസ്, എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ള ബേസിക് നോളജ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു കോഴ്സാണ്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസർ എങ്ങനെ ഒരു ഇൻഫ്ലുവൻസറെ ചൂസ് ചെയ്യാം, എന്താണ് ഒരു ഇൻഫ്ലുവൻസറെ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന, എങ്ങനെ അവരെ കൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് ആക്കാം. അതുപോലെ ബ്രാൻഡിങ്ങിന്റെ ബേസിക്സ് ചെയ്യുന്നുണ്ട്, പോഡ്കാസ്റ്റ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ SEO, സോഷ്യൽ മീഡിയയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറൊരു സൈഡാണ് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, പബ്ലിക് റിലേഷൻഷിപ്പും പിന്നെ വെബ്സൈറ്റ് ഡിസൈനിങ്ങും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കോഴ്സ് ചെയ്യുന്നുണ്ട്. SEO എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മൊഡ്യൂളാണ് അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലേക്കാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക്, പിന്നെ ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഗൂഗിള്, യെൽപ്പ്, ലിങ്ക്ഡിൻ, പിൻട്രസ്റ്റ്, ടിക്ടോക്ക്, പിന്നെ യൂട്യൂബ് മാർക്കറ്റിംഗ് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കോഴ്സ് ഉണ്ട്. സോ ഇതിൽ നമുക്കൊരു ജസ്റ്റ് എങ്ങനെയാണ് ഇതിലെ കോഴ്സസ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ബേസിക്കലി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഡാഷ്ബോർഡ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്ന കോഴ്സസിൻ്റെ ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓരോ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അഗൈൻസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നമ്മൾ കറക്റ്റ് ആൻസർ കൊടുത്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെസൺ പോകാൻ പറ്റൂ. അതിൽ നമ്മൾ കംപ്ലീറ്റ് എത്ര പെർസെൻറ്റേജ് മാർക്ക് എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. സോ 20 പേജിലായിട്ട് എല്ലാ ലെസൺസാണ്. 200 ലെസൺസ് നമ്മൾ പുതിയ ലെസൺസ് നമ്മൾ ആഡ് ചെയ്യും. നിങ്ങൾ റിക്വസ്റ്റ് പറഞ്ഞ് 20 ലെസൺസ് നമ്മൾ ആഡ് ചെയ്യും. ഡീറ്റെയിലോട്ട് പോവുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ബേസിക്സ്, മാർക്കറ്റിംഗ് ബേസിക്സ്. ഇപ്പോൾ ബിസിനസ് ബേസിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ലെസൺസ് എല്ലാം നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. സോ ഇതിൽ ഓൾറെഡി ഞാൻ 2 ലെസൺസ് ചുമ്മാ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ലെസൺ എടുക്കാം. ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ ലെസൺ ഓപ്ഷൻ ഇനി ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ ക്വിസ് ഒരു തവണ ചെയ്തു, തോറ്റുപോയാലും കുഴപ്പമില്ല, ഒന്നുകൂടി ക്വിസ് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അറ്റൻഡ് ചെയ്ത ലെസൺസ് നമുക്ക് സ്റ്റാർട്ട് ലെസൺസ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. സ്മോൾ ബിസിനസ് ആണെന്ന് നോക്കാം. നമ്മൾ ഓരോ ലെസൺസിനെയും ഇങ്ങനെ ഓരോ കാർഡായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ കാർഡ് നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ആ ലെസൺ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോസും മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. സോ ഇതിൽ തന്നെ കുറച്ച് ഫസ്റ്റ് ഡെഫിനിഷൻ ഉണ്ട്, പിന്നെ അതിൻ്റെ റോൾസ് ഇൻ ലോക്കൽ എക്കണോമീസ്, പിന്നെ എക്സാമ്പിൾസ്, അതുപോലെ തന്നെ സ്മോൾ ബിസിനസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് കാണുന്നുണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് സ്മോൾ ബിസിനസ്, പിന്നെ എൻ്റെ സ്ട്രാറ്റജീസ് ആണ് ലോക്കലിലുള്ളതെന്നുണ്ട്. സിമിലർലി ഈ ഒരു ലെസൺ ഇതിപ്പോൾ ഒരു യൂട്യൂബാണ്, ഇതിൽ വീഡിയോ വരും, എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഇതിൽ വീഡിയോ ആയിരിക്കും, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ലെസൺസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിക്കും എന്താണ് ക്വിസിലോട്ട് പോകുന്നോ അതോ വീണ്ടും ഈ ലെസൺസ് പഠിക്കണം എന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ സ്മോൾ ബിസിനസ് and independently on the company with limited employees and revenue. So
business is important to local economies. They circulate money within the local community. Which of the following is not an example of small business? A multinational technology company. What is the major challenge small businesses face? Competition from large companies. Which marketing is especially useful for small businesses? Local community use. So you can see ബിസിനസ് വരുമ്പോൾ 100 സ്കിൽ ഉണ്ട്. മിനിമം 50% മാർക്കാണ് ആ ഒരു ലെസൺ പാസ് ആവാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ റിവ്യൂ ചെയ്യണം. സോ വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് ലെസൺ. സിമിലർലി നിങ്ങൾക്ക് എല്ലാ ലെസൺസും ഇത് ചെയ്യാം. ഒരു ബിഗിനർ ടു ഇന്റർമീഡിയറ്റ് ലെവലുള്ള ആളെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെ പഠിക്കാനാണ് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അഡ്വാൻസ്ഡ് കോഴ്സസ് വേണമെന്നുണ്ടെങ്കിലും ഇതൊരു പ്രിമിനറി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെപ്ത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനലൈസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ബിസിനസ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ട്രാക്കിംഗ് ഒരു സെൽഫ് നോളജ് ഉണ്ടാവും. നിങ്ങൾ എത്രത്തോളം എവിടെയൊക്കെ നിങ്ങൾ പോയിന്റ്സ് ഉണ്ട്, എവിടെയൊക്കെയാണ് നിങ്ങൾ സ്ട്രോങ് പോയിന്റ്സ് എന്ന് അറിയാൻ പറ്റും. സോ നമുക്ക് സബ്സ്ക്രിപ്ഷൻ തന്നെ നമുക്ക് ടൈപ്പ് സബ്സ്ക്രിപ്ഷൻസ് ആണ് ഉള്ളത്. ബേസിക്കലി വരുന്ന മന്ത്ലി ആക്സസ് ആണ്. നമുക്ക് ഈ കോഴ്സ് 99 രൂപ മന്ത്ലി ബേസിസ് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കോഴ്സിൽ ആക്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് അത്രയും രൂപ സ്പെൻഡ് ചെയ്യാൻ അറിയില്ല. ജസ്റ്റ് ഒരു 1 മന്ത് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ 99 രൂപ കോഴ്സ് എടുക്കുക. നിങ്ങൾ ഒരു 1 to 2 hours നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പറ്റുള്ളൂ. സമയം ഇയർലി ആക്സസ് എടുക്കുന്ന കാര്യം ബെറ്റർ. സോ ബേസിക്കലി നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് പിന്നെ മെൻറ്റർഷിപ്പ് പ്ലാൻ ആണ് ഉള്ളത്. അത് മന്ത്ലി 999. മെൻറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാം. സംശയങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് അതുപോലെ തന്നെ കംപ്ലീറ്റ് പ്ലാറ്റ്ഫോമിലേക്കുള്ള കോഴ്സസിലേക്കുള്ള ആക്സസ് നിൽക്കുന്നുണ്ടാവും. തന്നെ ഒരു കാര്യം വിട്ടുപോയത്, ഇയർലി ആക്സസ് ഉള്ള കോഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ ഇയർലി ആക്സസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കൂടി ഉണ്ടാവും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. മന്ത്ലി ആക്സസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 മന്ത് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ തരും. ബേസിക്കലി ഇയർലി ആക്സസിലാണ് നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ തരാൻ പറ്റുന്നത്. പിന്നെ വന്നിട്ട് മെൻറ്റർഷിപ്പ് മെൻറ്റർഷിപ്പിലും നമ്മൾ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബേസിസിൽ. പിന്നെ ഇയർലി ആക്സസ് ഉണ്ട് മെൻറ്റർഷിപ്പിൻ്റെ. അത് വരുന്നത് 9999 ആണ്, 9999. സോ ഇതിൽ 1 year മെൻറ്റർഷിപ്പ് ജേണിയാണ്. സോ ഇതിൻ്റെ എല്ലാം ഒപ്പം ഈ 99 പ്ലാൻ ഒഴികെ ഈ ഇയർലി ആക്സസ് എടുക്കുന്ന കോഴ്സ് പ്ലാറ്റ്ഫോമിൽ ആക്സസ് എടുക്കുമ്പോഴും മെൻറ്റർഷിപ്പിൻ്റെ മന്ത്ലി പ്ലാൻ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇയർലി പ്ലാൻ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ക്യാൻവയുടെ പ്രോ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇതിലൂടെ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ വാട്സപ്പിലൂടെ മാർക്കറ്റ് ചെയ്യാനുള്ള ടൂൾസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഒരു CRM സോഫ്റ്റ്വെയറും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്രീ ആക്സസ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും. എക്സ്ട്രാ പിന്നെ നമ്മുടെ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള AIസും കാര്യങ്ങളും എല്ലാം ഡിജിറ്റലി വേണ്ട. അത് നമ്മൾ ഇപ്പോൾ ഗ്യാരണ്ടി പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടെ കോഴ്സ് ഫീ തന്നെ നിങ്ങൾക്ക് മുതലാവുന്ന രീതിയിലുള്ള കുറച്ച് AI ടൂൾസിൽ നിങ്ങൾക്ക് നമ്മൾ കോംപ്ലിമെൻ്ററി ആക്സസ് തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പാക്കേജ് എന്ന് പറയുന്നത് ലൈവ് ട്രെയിനിങ് ആണ്. അത് 3 മാസം കൊണ്ട് ഒരാൾ 1-to-1 ട്രെയിനിങ് ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽ ലെവലിനെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലെവൽ ആ ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് കംപ്ലീറ്റ് കോഴ്സസ് നിങ്ങൾ പഠിപ്പിച്ചു തരും. അതിന് വരുന്ന കോഴ്സ് 1 ലക്ഷം രൂപയാണ്. 6 മാസം 3 മാസം to 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ലൈവ് ട്രെയിനിങ് തരും. സോ ഇത്ര പാക്കേജസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. ഇതിൻ്റെ ട്രയൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 week കോഴ്സ് കംപ്ലീറ്റ് ആക്സസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് പ്ലാൻസ് എടുത്താൽ മതി. നമ്മുടെ
പ്ലാറ്റ്ഫോമിന് വേറെ പ്രത്യേകത ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ കോഴ്സ് ഡെമ്മി എന്ന് പറയുന്ന പോർട്ടലിൽ നിന്നാണ്. നിങ്ങളിത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് വെബ് ആപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഡയറക്റ്റ് അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിഷാദ് മീന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. iOS-ലും അതുപോലെ തന്നെ വിൻഡോസ് വേർഷൻസും നമ്മൾ ഓൾറെഡി എനേബിൾ ചെയ്യുന്നുണ്ട്. ലോഞ്ച് ചെയ്തിട്ടില്ല, പക്ഷേ ലിങ്ക്സും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഷെയർ ചെയ്യാം. നമ്മുടെ ആപ്പ് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 10,000 ഡൗൺലോഡ്സ് ആയിട്ടുണ്ട്. നമ്മൾ 2020-ലാണ് നമ്മുടെ ആദ്യത്തെ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഫുൾ ഫ്ലെഡ്ജ് ആപ്പായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തത് ഇപ്പോഴാണ്. നമുക്ക് അറൗണ്ട് 91 റിവ്യൂസ് ഉണ്ട്, 4.3 റേറ്റിംഗിൽ. നമുക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. ഓരോ സ്റ്റുഡൻസിനും ഓരോ ബാച്ചിൽ നമ്മൾ ചെയ്ത സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പ് ബേസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ എല്ലാം കാലാവധി കഴിഞ്ഞാലും വാട്സപ്പ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളതെല്ലാം ഇത് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഈ ഒരു പാസ്വേഡ് നമ്മുടെ ടീം നിങ്ങളുടെ അല്ലാതെ ഡയറക്റ്റ് കോളിലൂടെ കോൺടാക്ട് ചെയ്യും, ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. ക്ലാസ്സസ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. നമ്മൾ അടുത്ത ദിവസം ഒരു യൂട്യൂബ് വീഡിയോ ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡെയിലി ബേസിസ് ആയിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് ഡെയിലി ബേസിസിൽ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഓരോ കോഴ്സസ്, ഓരോ ലെസൺസ്. സോ അങ്ങനെ നമുക്ക് പഠിക്കാം. അതല്ലാതെ പെട്ടെന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്താൽ അപ്പോൾ നന്നായിരിക്കും. ബൈ.